ഹായ് ഡിയർസ്, എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. 2024 ജനുവരി മാസം നമ്മൾ എഴുതിയിരുന്ന പരീക്ഷയുടെ റിസൾട്ട് ഫെബ്രുവരി 29 ഔട്ടായിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ പരീക്ഷ എഴുതിയിരുന്നു. അതുപോലെ തന്നെ നല്ല റിസൾട്ടുകളാണ് കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. വിജയിച്ചു കഴിഞ്ഞവരുടെ അടുത്ത ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ സെറ്റിന്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് എന്നാണ്. നിങ്ങൾ പരീക്ഷ പാസ്സായവര് ആ ഒരു ഇതിന്റെ താഴെ തന്നെയായിട്ട് ക്ലിക്ക് ഹിയർ ഫോർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം കിട്ടും. അതായത് നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പുകളാണ് ഈ പറയുന്നത്. ഫസ്റ്റ്ലി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുക. അത് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം കിട്ടുന്നതായിരിക്കും. ഈ ഒരു സ്പോട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആപ്ലിക്കേഷൻ ഫോം കിട്ടുന്നതായിരിക്കും. ഇതിനകത്ത് വെക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് SLC ബുക്കിന്റെ കോപ്പി വെക്കണം. അതിന് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനാണ്. അതേപോലെ പ്രൊവിൻഷ്യൽ അല്ലെങ്കിൽ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ്, അതുപോലെ ഗ്രേഡ് ഷീറ്റ്, നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ എക്സാമിനേഷന്റെ ഗ്രേഡ് ഷീറ്റ്സ് വെക്കണം. ഇതുപോലെ തന്നെ BEd ഡിഗ്രിയുടെ ഗ്രേഡ് ഷീറ്റ്സും പ്രൊവിൻഷ്യലും കാര്യങ്ങളും വെക്കണം. ഇനി മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നിങ്ങൾ പാസ് ആയിട്ടുള്ളതെങ്കിൽ അതിന്റെ ഈക്വലൻസി പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ്, ഡിസേബിലിറ്റീസ് ഉള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വെക്കണം. ഇത്രയും കാര്യങ്ങളുടെ കോപ്പീസ് ആണ് അറ്റാച്ച് ചെയ്ത് നിങ്ങൾ വെക്കേണ്ടത്. അത് ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കോപ്പീസ് വെക്കണം. ഇനി ഒറിജിനൽസ് വെക്കേണ്ടത് SC ST കാൻഡിഡേറ്റ്സും OBC കാൻഡിഡേറ്റ്സും അവരുടെ സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്സിന്റെ ഒറിജിനൽ അവൈലബിൾ ആക്കണം. അതെന്ന് പറയുന്നത് 26/9/2022 10/11/2023 ഇടയിൽ കളക്ട് ചെയ്ത നോൺ ക്രീമിയിലെ സർട്ടിഫിക്കറ്റ് വേണം വെക്കാനായിട്ട്. ഓക്കെ, ഇനി ഈ ഫൈനൽ ഇയർ PG സ്റ്റുഡൻസും ഫൈനൽ ഇയർ BEd സ്റ്റുഡൻസും ആണെങ്കിൽ ഡിക്ലറേഷൻ ഫോമും കൂടി വെക്കണം. ഡിക്ലറേഷൻ ഫോമും ഈ സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ വെക്കേണ്ടത് ഒരു സെൽഫ് അഡ്രസ്ഡ്, നമ്മുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് തിരിച്ചയച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു സെൽഫ് അഡ്രസ്ഡ് ആയിട്ടുള്ള A4 ലൈൻ ക്ലോത്ത് എൻവലപ്പ്. നിങ്ങൾക്ക് അത് കടയിൽ പോയി ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ക്ലോത്ത് എൻവലപ്പ് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് വരുന്നത് പോലത്തെ ക്ലോത്ത് എൻവലപ്പ് 40 രൂപയുടെ പോസ്റ്റൽ സ്റ്റാമ്പ് ഒട്ടിച്ച് അതിനകത്ത് വെക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒരു വലിയ കവറിൽ ഇട്ടിട്ട് വേണം ടു ദി ഡയറക്ടർ LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി, എക്സ്ട്രാ പോലീസ് റോഡ്, നന്ദവനം, പാളയം, ട്രിവാൻഡ്രം എന്ന് പറയുന്ന അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കാനായിട്ട്. നമ്മുടെ റിസൾട്ട് ആപ്ലിക്കേഷൻ ഫോം കിട്ടുന്നതിനുള്ള ഒരു പോർട്ടലാണിത്. നമ്മളിവിടെ റോൾ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ കൊടുക്കുക. അതിനുശേഷം സബ്ജക്ട് ക്ലിക്ക് ചെയ്യുക, ഡിസ്ട്രിക്ട്, നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി ഓപ്റ്റ് ചെയ്ത് ഡിസ്ട്രിക്ട് ക്ലിക്ക് ചെയ്യുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ ഡിക്ലറേഷൻ ഫോം. ഫൈനൽ ഇയർ BEd അല്ലെങ്കിൽ ഫൈനൽ ഇയർ PG സ്റ്റുഡൻസ് ഈ ഒരു ഡിക്ലറേഷൻ ഫോമും കൂടി ഫിൽ ചെയ്ത് വെക്കുക. നിങ്ങൾ ഇതിലെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തിട്ടുള്ള, നിങ്ങൾ ആപ്ലിക്കേഷൻ സമയത്ത് എൻ്റർ ചെയ്തിട്ടുള്ള ആ ഡീറ്റെയിൽസ് എല്ലാം ഉള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇവിടെ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടായിരിക്കും, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടായിരിക്കും, നിങ്ങളുടെ പേരുണ്ടായിരിക്കും. അതൊന്നും നിങ്ങൾ ഫില്ല് ചെയ്യണ്ട. ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടായിരിക്കും, നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കും, ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ, നിങ്ങളുടെ സബ്ജക്റ്റ്, BEdന്റെ സബ്ജക്റ്റ്, അഡ്രസ്സ്, സർട്ടിഫിക്കറ്റ് അയക്കാനുള്ള അഡ്രസ്സ്, ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ഫിൽ ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി അങ്ങനെ തന്നെ ഉണ്ടാകും. ഇതിന്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പേജാണ്. നിങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കാർഡിലെ കുറച്ച് മാർക്കുകളും കാര്യങ്ങളും എൻ്റർ ചെയ്യാനുള്ള ഡീറ്റെയിൽസ്. ഇത് വേക്കൻ്റ് ആയിരിക്കും. അവിടെ നിങ്ങൾ അത് എൻ്റർ ചെയ്ത് വെക്കണം. രജിസ്റ്റർ നമ്പർ, നിങ്ങൾ പാസ്സായിട്ടുള്ള മന്ത്, ഇയർ, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, പെർസെൻറ്റേജ് ഓഫ് മാർക്ക് വെക്കുക. ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്തതിനു ശേഷം ഇവിടെ സിഗ്നേച്ചർ കൊടുക്കുക. ഒന്നും കൂടെ ഞാൻ ആ ഡീറ്റെയിൽസ് പറയുകയാണ്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വെക്കേണ്ടതെന്ന് പറയുന്നത്. SLC ബുക്കിന്റെ റെലവൻറ്റ് ആയിട്ടുള്ള ഒരു പേജ് വെക്കുക, നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും പ്രൂവ് ചെയ്യാനാണ്. അതുപോലെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റും ഗ്രേഡ് കാർഡ്സും പ്രൊവിൻഷ്യൽ അല്ലെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റും വെക്കണം. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഇത് നമ്മുടെ രണ്ടിന്റെയും വേണം കേട്ടോ. അതിനുശേഷം മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഗ്രേഡ് ഷീറ്റ് BEdന്റെ വെക്കണം. നിങ്ങളുടെ ഈക്വലൻസി പ്രൂവ് ചെയ്യേണ്ട കേസ് ഉണ്ടെങ്കിൽ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് വെക്കുക. അതുപോലെ ഈ പറയുന്ന ഡിസേബിലിറ്റി ഉണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ് വെക്കുക. ഇതെല്ലാം കൂടി ഒരു സെൽഫ് അഡ്രസ്ഡ് A4 സൈസ്ഡ് ക്ലോത്ത് എൻവലപ്പ് സ്റ്റാമ്പ് ഒട്ടിച്ചും ഈ കൂടെ വെക്കുക.
ഇതെല്ലാം കൂടി വെച്ചതിന് ശേഷം വേണം അയക്കാനായിട്ട്. ഇനി ഒറിജിനൽ ഡോക്യുമെന്റ്സ് വെക്കേണ്ടത് SC/ST അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും കൂടെ വെച്ചിട്ട് വേണം. ഇതാണ് അഡ്രസ്സ് കൊടുത്തിട്ടുള്ളത്. ഡയറക്ടർ LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി, നന്ദവനം, പാളയം, ട്രിവാൻഡ്രം കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പോസ്റ്റൽ അഡ്രസ്സിൽ സെൻഡ് ചെയ്ത് അയച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ ഇൻബോക്സിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് LBSലേക്ക് വിളിച്ച ഡീറ്റെയിൽസ് എല്ലാം അറിയാനായിട്ട് സാധിക്കുന്നതാണ്.